പിന്നെ ചിലരുടെ ക്യാരക്ടർ. ഇപ്പോൾ എനിക്ക് പണമുണ്ടെങ്കിൽ എനിക്കും എൻ്റെ വീട്ടുകാർക്കും ഉള്ളതാണല്ലേ. എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ എന്ന് വെച്ചിട്ട് എൻ്റെ അമ്മേൻ്റെ കുടുംബക്കാർക്ക് ഇഷ്ടം പോലെ പൈസ ഉണ്ട്, എൻ്റെ അച്ഛൻ്റെ കുടുംബക്കാർക്ക് ഒരുപാട് പൈസ ഉണ്ടെന്ന് വെച്ചിട്ട് ഞാനത് അഹങ്കരിച്ച് വെറുതെ വീട്ടിൽ ഇരുന്ന് ചാട കളിച്ചിരിക്കേണ്ട ആവശ്യമില്ല അല്ലേ. എനിക്ക് ദൈവം കൈയും കാലം തന്നിട്ടുണ്ട്, അപ്പം ഞാൻ പണി ചെയ്യാം അല്ലേ. കൈയും കാലം തന്നിട്ട് എന്ത് പണിയും അതിൻ്റേതായ വാല്യൂ ഉണ്ട്. അപ്പം നമുക്ക് എന്ത് പണിക്കും പോവാം, പൈസ ഉണ്ടാക്കാം. കുറേ നമ്മുടെ ഇന്ത്യൻ കൾച്ചറിൽ കുറേ പേര് ഞാൻ ഇന്ന പണി എടുക്കില്ല, എനിക്ക് ഇന്ന പണി എടുക്കാൻ നാണക്കേടാ. എന്നാൽ ഇവരൊക്കെ UK അവിടെ ഇവിടെയും പോയിട്ട് എല്ലാ പണികളും എടുക്കും. അതിനവർക്ക് നാണമൊന്നുമില്ല. അതെന്താ ഇവിടെ എടുക്കാത്തതെന്നാണ്. ഇവിടെ നമ്മൾ പുറത്തുനിന്ന് ആൾക്കാരെ കൊണ്ടുവരണം, കേരളത്തിൽ നിന്ന് പുറത്തുനിന്ന് ആൾക്കാരെ കൊണ്ടുവരണം. കേരളത്തിലെ ആൾക്കാരെല്ലാം പുറത്ത് പോയിട്ട് പണിയെടുക്കും. ഇവിടെ ചെന്നാൽ നാണക്കേടാ. പിന്നെ നാണക്കേടാവാൻ കാരണമുണ്ട്. കുറേ ഇവിടെയുള്ള പെൺപിള്ളേരെ കല്യാണം ആലോചിച്ച് വന്നു കഴിഞ്ഞാൽ അവർ പറയും, ചെക്കൻ ഡ്രൈവറാണ്, അല്ലെങ്കിൽ ചെക്കൻ ഭയങ്കര പൈസയുള്ള പെൺപിള്ളേരെ ഇച്ചിരി ജോലി കുറഞ്ഞ താഴ്ന്ന ആരെയും കൊണ്ട് കെട്ടിക്കില്ല. ഇപ്പോൾ കൂലിപ്പണിക്ക് പോകുന്നവരെ പോലും ഇവർ കെട്ടിക്കില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അങ്ങനത്തെയൊക്കെ കുറേ കൾച്ചർ മാറണം. ആൾ നല്ലതാവണം അല്ലേ, അതല്ലേ നമ്മൾ നോക്കേണ്ടതുള്ളൂ. ആ വ്യക്തി നല്ലതായിരിക്കണം. എൻ്റെ അഭിപ്രായത്തിൽ എന്ത് പണിക്കും അതിൻ്റേതായ വാല്യൂ ഉണ്ട്. പിന്നെ അവൻ പണിയെടുത്തിട്ടാണ് അവൻ ഉണ്ടാക്കുന്നത്, അല്ലാണ്ട് ആരെയും കട്ട് മോഷ്ടിച്ചിട്ടും അല്ല. പിന്നെ കുറേ പേര് ഈ കുടുംബക്കാർക്കുണ്ടെന്നും പറഞ്ഞുകൊണ്ട് കുടുംബക്കാരെ ഇങ്ങനെ ഊറ്റിയിരിക്കുന്ന ആൾക്കാരുണ്ട്. കുടുംബക്കാരെ ഇങ്ങനെ തോണ്ടി അവരുടെ നിന്ന് വാങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പോൾ കുടുംബക്കാരിങ്ങനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അത് ആഗ്രഹിച്ചിരിക്കുന്ന കുറേ ടീമുകളുണ്ട്, മനസ്സിലായോ. എന്നാൽ നമുക്ക് നമ്മുടെ കൂടെ നിൽക്കുമോ എന്ന് ചോദിച്ചാൽ അതുമില്ല. കിട്ടാവുന്ന അത്രയും വാങ്ങിക്കൊണ്ട് പോകും. നമ്മൾ നീ പാവം തോന്നി കൊടുക്കൊന്നുമില്ലല്ലോ വിചാരിച്ച് നല്ലോണം ഹെൽപ്പ് ചെയ്യും. പക്ഷേങ്കിൽ അവരാ ഹെൽപ്പ് വാങ്ങിയിട്ട് അങ്ങ് പോവും. എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ പൈസ കൊടുത്ത് ഹെൽപ്പ് ചെയ്യാണ്ടിരിക്കുക. അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ആവശ്യം എന്താണെന്ന് വെച്ചാൽ അത് വാങ്ങിക്കൊടുക്കുക. കുറച്ച് അരി വേണമെങ്കിൽ അരി, വീട്ടിലെ സാധനങ്ങൾ മാത്രം വാങ്ങിക്കൊടുക്കുക. അല്ലാണ്ട് പൈസ കൊടുത്ത് ഒരാളെയും പ്രോത്സാഹിപ്പിക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്, ഒരു ആവശ്യമില്ലാണ്ട്. ഇപ്പോൾ ഹോസ്പിറ്റലൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ എനിക്കൊന്ന് പൈസ തരുമോ എന്ന് ചോദിച്ചാൽ അവിടെ കൊണ്ടുപോയി നിങ്ങൾ പൈസ കൊടുക്കാം. കൈ കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ പൈസയും കൊണ്ട് ചിലപ്പോൾ ടൂറായിരിക്കും പോകുന്നത്, ആ പൈസയും കൊണ്ട് ചിലപ്പോൾ കുടിക്കലായിരിക്കും ചെയ്യണത്. ഓരോ നാട്ടിലും നടക്കുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നത് കേട്ടോ. ഇവിടെയുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവരെല്ലാവരും പൈസ കൊടുക്കും. എന്തിനാണെന്ന് എനിക്കറിയില്ല ഈ പൈസ കൊടുത്ത് പ്രോത്സാഹിപ്പിക്കുന്നത്. സഹോദരങ്ങളൊക്കെ ആണെങ്കിലും ശരി, കൊടുക്കണ്ടെന്നല്ല, ഞാനും അതിനോട് എതിരല്ല. പിന്നെ കുറേ പേര് ഇപ്പോൾ ഒരു പെണ്ണ് കല്യാണം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ കുടുംബക്കാരെ ഉടനെ അങ്ങ് തെറ്റിക്കും. ഭർത്താവിൻ്റെ കുടുംബക്കാർ പിന്നെ വേണ്ട, എല്ലാവരുമല്ല ചിലർ. ഓക്കെ, ശരിയാണ്, ഭർത്താവിൻ്റെ വീട്ടുകാർ അത്രയും ദ്രോഹിച്ചിട്ടുണ്ടാവണം, അതുകൊണ്ടൊക്കെ ആയിരിക്കാം. അപ്പോൾ നിങ്ങൾ ഭർത്താവിനെ അത്രയ്ക്ക് പിണക്കാൻ വിടരുത്. അവർ മിണ്ടട്ടെ, അവർ സഹോദരങ്ങളല്ലേ, ഒരു അമ്മേൻ്റെ വയറ്റിൽ നിന്നല്ലേ വന്നത്, അവർ മിണ്ടട്ടെ. പോകുമ്പോൾ നിങ്ങളും കൂടെ പോവുക. നിങ്ങൾ പേടിക്കുന്നതിന് പോയി കഴിഞ്ഞാൽ ഭർത്താവ് അവരൊപ്പരം ചേർന്ന് നിങ്ങളെ വേദനിപ്പിക്കും. പണ്ട് വേദനിപ്പിച്ചതിൻ്റെ ഒരു ആഴം കിടന്നുകൊണ്ടായിരിക്കാം നിങ്ങളങ്ങനെ ചെയ്യുന്നതെന്ന് അറിയാം, മനസ്സിലാക്കാം. അവർ മിണ്ടട്ടെ, അവരമ്മേൻ്റെ വന്ന വയറ്റുന്ന മക്കളാണ്. ഈ ലോകത്ത് നമ്മൾ കുറച്ച് നിമിഷങ്ങളേ ഉള്ളൂ. ഒരു ലിമിറ്റൊക്കെ വെച്ചാൽ മതി. എന്ന് വെച്ചാൽ അവർ പിടിച്ച് വലിക്കും, അതും എനിക്കറിയാം, പിടിച്ച് വലിക്കും. എങ്ങനെയും നിങ്ങളെ അടിച്ച് പുറത്താക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമേ അവർക്ക് ഉണ്ടാവുള്ളൂ. അന്ന് ചെറിയ പെണ്ണ് എന്തോ വീട്ടുപണിക്ക് വന്ന മാതിരിയാണ് കെട്ടിക്കൊണ്ട് വരുമ്പോൾ സഹോദരങ്ങൾക്ക് തോന്നുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങളങ്ങനെ തോന്നുന്നത്? നിങ്ങളും കല്യാണം കഴിഞ്ഞവരല്ലേ. പിന്നെ അതുപോലെ തന്നെ ഭാര്യേൻ്റെ സഹോദരങ്ങളോട് മിണ്ടിപ്പിക്കാത്ത ഹസ്ബൻഡുണ്ട്. എന്തിനാണ് നിങ്ങളങ്ങനെ ചെയ്യുന്നതെന്നാണ്. ഇതേ മെത്തേഡ് തന്നെ എനിക്കും പറയാനുള്ളത്.
അവർക്കും അവരുടെ സഹോദരങ്ങളോട് മിണ്ടണം, സംസാരിക്കണമെന്ന് അവർക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ? അവരും മിണ്ടട്ടെ, സംസാരിക്കട്ടെ. പിന്നെ അവർ നീറി കഴിയാനിട വരരുത്. രണ്ട് കൂട്ടർക്കും സഹോദരങ്ങൾ വേണം. അവർ മിണ്ടട്ടെ, അവർ ഇടപഴകട്ടെ. മനസ്സിലാകാത്തവരോട് മനസ്സിലാകണ്ട എന്നുള്ള രീതിയിൽ തന്നെ നിൽക്കുക. മനസ്സിലായില്ലെങ്കിൽ പിന്നെ എന്ത് പറയാനാണ്? പിന്നെ പെണ്ണുങ്ങളോട് എപ്പോഴും എനിക്കൊന്ന് പറയാനേ ഉള്ളൂ, നിങ്ങൾ എങ്ങനെയെങ്കിലും ഒരു തൊഴിലെങ്കിലും കൈത്തൊഴിൽ പഠിച്ചു വെച്ചേക്കണം. നിങ്ങൾ എന്തെങ്കിലും ഒറ്റപ്പെട്ടു പോയാലും നിങ്ങൾക്ക് ഒരു കൈത്തൊഴിലുണ്ടാകുന്ന എപ്പോഴും നല്ലതാണ്. നിങ്ങൾ വേറൊരു ലൈഫിലേക്ക് പോയാലും അവൻ്റെ ആയാലും അടിമയായിട്ട് നിങ്ങൾ നിൽക്കേണ്ടി വരരുത്. നിങ്ങൾക്കൊരു ജോലി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയും തലയുയർത്തി നിൽക്കാം. നിങ്ങളെ ആരും പിടിച്ച് മാറ്റി നിർത്തില്ല, മനസ്സിലായോ? നിങ്ങളുടെ തലയ്ക്ക് കയറിയിരുന്ന് ഒരാളും ഇരുന്ന് തലയ്ക്ക് മുകളിൽ കയറില്ല. പിന്നെ എപ്പോഴൊക്കെയോ ഞാൻ ഹസ്ബൻഡിനെയൊക്കെ ഒന്നിക്കണമെന്ന് പറഞ്ഞു. അതിൽ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. നിങ്ങളെ ഹസ്ബൻഡ് എല്ലാം തരുന്നുണ്ട്, സെക്ഷുവലി നിങ്ങൾക്കൊന്നും തരുന്നില്ല എങ്കിൽ പിന്നെ നിങ്ങൾ ആ ലൈഫിൽ കടിച്ചു വീണ് കിടക്കണമെന്ന് ഞാൻ പറയില്ല. അവരെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോവുക, മരുന്ന് കഴിക്കുന്നില്ല, അതിനെ അവർ സപ്പോർട്ട് ചെയ്യല്ലെങ്കിൽ അങ്ങനെ ഒരു ലൈഫിൽ നിങ്ങൾ നിൽക്കണ്ട. എന്തിനാ നിൽക്കണേ? ഇയാൾക്കറിയില്ലേ ഒരു കല്യാണം കഴിച്ചു വിടുന്ന പെണ്ണിന് സെക്സ് കൂടെ കൊടുക്കണമെന്നറിയില്ലേ? അവന് ചോറും കറിയും അതിന് പൈസ കൊടുക്കാനറിയാം. അവൻ്റെ കുടുംബക്കാർക്കൊക്കെ അവൻ കൊടുക്കുമായിരിക്കും, ആയിരിക്കും ഒരു സ്നേഹമൊക്കെ. പിന്നെ നിങ്ങൾ ആണുങ്ങൾ ഓർക്കുക, സെക്ഷുവലി കൊടുത്തില്ലെങ്കിൽ അവർക്ക് സെക്സ് കിട്ടുന്നിടത്തേക്ക് അവരങ്ങ് തിരിഞ്ഞങ്ങ് പോകും. പിന്നെ അവിടെ കിടന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആണോ അതേ പെണ്ണിനോട് ഇതിനെ പറയാം. നിങ്ങൾ നേരെ ചൊവ്വേ കൊടുത്തില്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് മനസ്സിലാക്കുക. നേരെ ചൊവ്വേ കൊടുത്തില്ലെങ്കിൽ അവരവരെ പാട്ടിന് പോകും. പിന്നെ അതിനോട് ഞാൻ എതിരുമല്ല കേട്ടോ. അത് നിങ്ങൾ ആലോചിച്ച് പോകാൻ ഞാൻ പറയില്ല, പക്ഷെ നിങ്ങൾ ആലോചിച്ചെടുക്കേണ്ട തീരുമാനമാണ്. കിട്ടിയില്ലെങ്കിൽ തിരിയും എന്നാണ് ഞാൻ പറഞ്ഞത്. പെണ്ണുങ്ങൾ കിട്ടുന്നിടത്തേക്ക് തിരിയും. ഞാൻ പറയുന്നത്, നിങ്ങൾ ഭാര്യേനെ നിങ്ങൾക്ക് അറപ്പാണെങ്കിൽ, നിങ്ങൾ ഭാര്യയെ തൊടുന്നില്ലെങ്കിൽ എന്തിനാണ് നിങ്ങൾ പിടിച്ചു വെച്ചേക്കുന്ന ഭാര്യേനെ? അങ്ങനെ വിട്ടൂടെ? അവർക്ക് എന്തെങ്കിലും കൊടുത്ത് നിനക്ക് ഞാൻ ഇത്രയും തരാം, നീ പോയി വേറെ കെട്ട്, അന്തസ്സോടുകൂടി പറയണം. അതാണ് അന്തസ്സ്. അതിനെ പിടിച്ചു വെച്ച് അടിമയെ പോലെ വീട്ടിനകത്തിട്ടേക്കുന്ന എന്തിൻ്റെ ആവശ്യമാണ്? നിങ്ങൾ ഈ ശാപമൊക്കെ കൊണ്ട് എങ്ങോട്ട് പോകും? ആണുങ്ങളോടാണ്. പെണ്ണുങ്ങളോടും അതെ. നിങ്ങൾ ആ ലൈഫിൽ നിന്ന് വിട്ടേക്ക്. അവർ പോയി ഇങ്ങനെ ജീവിച്ചോട്ടെ. നാട്ടുകാരറിയുന്നതാണോ? നാട്ടുകാരറിയാണ്ട് നിങ്ങൾക്ക് മാറി താമസിക്കാം. നാട്ടുകാരെന്തിനാ അറിയണേ? നാട്ടുകാരറിയാണ്ട് നിങ്ങൾക്ക് മൂവ് ചെയ്യാം. ഈ നാട്ടുകാരാണ് പ്രശ്നക്കാർ. പിന്നെ ഇതായി നാട്ടുകാർ പിന്നെ ആ വീട്ടിനകത്തായിരിക്കും. അത് ശരിയാണ്. പാവപ്പെട്ടവർക്ക് സാധിക്കില്ല എന്നല്ല, ഇതൊക്കെ അപ്പം തന്നെ പെങ്ങന്മാരും ആങ്ങളമാരും എല്ലാം ഇത് വലിയ ഇഷ്യൂ ആക്കും. ദൈവം ഇത് നിങ്ങളത് ഇഷ്യൂ ഒന്നും ആക്കാണ്ട് ഒരു കുഞ്ഞൊക്കെ ഉള്ളതല്ലേ, കുഞ്ഞുങ്ങളെയൊക്കെ ഓർത്താണ് ആരുമായി ഇട്ടിട്ട് പോകാണ്ടൊക്കെ അങ്ങനെ ഇരിക്കുന്നത്. ഒരു കുടുംബമൊക്കെ പിടിച്ചു വയ്ക്കുന്നത്. ബുദ്ധിയും വിവേകമുള്ള ഭാര്യ ഭർത്താക്കന്മാർ നല്ല രീതിയിൽ ആ ഭാര്യയെ സ്നേഹിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ നോക്കിയിരിക്കും. അല്ലെങ്കിൽ അവർക്ക് സെക്സ് എന്ന് പറയുന്നത് ഇപ്പം ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്, സെക്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അത് അല്ലാണ്ട് സിനിമ കാണാനൊന്നും അല്ലല്ലോ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ട് വന്നത്. സിനിമ കാണാനും വെറുതെ വീട്ടിൽ കുത്തിയിരുന്ന് പണിയെടുക്കാനാണ് അവരെ വീട്ടിൽ ഇരുന്ന് പണിയെടുത്താൽ പോരെ? വീട്ടിൽ കുത്തിയിരുന്ന് പണിയെടുത്താൽ പോരെ എന്നാണ് ചോദിച്ചത്. അല്ലേ പിന്നെ അവർക്ക് മടത്തിപ്പോയി കന്യാസ്ത്രീ ആയാൽ പോരെ? കല്യാണം കഴിക്കുന്നതിന് സെക്സിന് വേണ്ടിയിട്ട്, കുട്ടികളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഭർത്താവിൻ്റെ ഒപ്പം കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട്, ഇതിനൊക്കെ തന്നെയാണ് കെട്ടി വരുന്നത്. അല്ലാതെ വേറെ ബെഡ്റൂമിൽ കിടന്നുറങ്ങാനല്ല കെട്ടിക്കൊണ്ട് വരുന്നത്. നിങ്ങളുടെ അറപ്പും വെറുപ്പും നിങ്ങളുടെ ദേഷ്യവും നിങ്ങളുടെ വീട്ടുകാരുടെ പിന്നെ ആട്ടും തുപ്പും കേൾക്കാനല്ല കെട്ടിക്കൊണ്ട് വരുന്നത്. ഭർത്താവിൻ്റെ വീട്ടുകാർ ആട്ടും തുപ്പും കേൾക്കണം, എന്നിട്ട് ഭർത്താവ് ഒന്ന് ഹെൽപ്പ് ചെയ്യുക. അതുമില്ല, ഭർത്താവിനെ ആട്ടും തുപ്പും കേൾക്കണം. ഇതൊക്കെ പിടിച്ച് നിൽക്കുന്നതിനുണ്ടല്ലോ, സഹിച്ച് നിൽക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. എല്ലാവരും ഒരു പരിധി വിട്ടാൽ പിന്നെ പിടിച്ചാൽ കിട്ടിയെന്ന് വരില്ല പെണ്ണിനെ, മനസ്സിലായോ? പിന്നെ നിങ്ങൾ എത്ര ശ്രമിച്ചാലും നിങ്ങളുടെ സ്വത്തും ഇതും കൊണ്ട് ആ പെണ്ണിനെ ഒന്നും നേടാനില്ല. നിങ്ങൾക്ക് കുറേ പണം ഉണ്ടായിട്ടും ഒരു കാര്യമില്ല. നിങ്ങളുടെ പണം കണ്ടിട്ടല്ല നിൽക്കുന്നത്. നിങ്ങളുടെ പണം തവള് വേറെ കെട്ടിപ്പോകുമ്പോൾ കൊണ്ടുപോയില്ല. ഇതൊക്കെ ഒന്ന് തിരിഞ്ഞ് ചിന്തിച്ച് കൊടുക്കുമ്പോൾ, ഭർത്താവിന് പണം എനിക്കെന്തിനാ എന്ന് ചിന്തിച്ച് കൊടുക്കുമ്പോൾ ആ ഭാര്യ തിരിഞ്ഞിറങ്ങിപ്പോവും.
പിന്നെ ലൈഫ് പിന്നെ വീണ്ടും ട്രാജഡി ആവുമെന്ന് പേടിച്ച് പലരും ഒതുങ്ങിക്കൂടി നിൽക്കുന്നത്. ഇയാളെ ഇങ്ങനെ ഇനി അടുത്തവനെ എങ്ങനെയായി തീരുമോ എന്നറിയില്ല എന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ കേരളത്തിലെ പെണ്ണുങ്ങളെല്ലാം നിന്ന് പോകുന്നത് പേടിച്ചിട്ട്. പിന്നെ നിങ്ങളുടെ ചോയ്സ്, എന്ത് വേണേലും തീരുമാനിക്കാൻ. ഞാൻ പോകാൻ വേണ്ടി പറയുന്നതല്ല, പൊതുവെ ഞാൻ പറയുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ഭർത്താക്കന്മാരറിയാൻ വേണ്ടിയിട്ട്. കൂടുതലും ഭാര്യമാരെയാണ് അവർ കൂടുതൽ ടാർഗറ്റ് ചെയ്ത് ദ്രോഹിക്കുന്നത്. ചില ആണുങ്ങൾ കണ്ട പെണ്ണുങ്ങളെ മൊത്തം പോവും, എന്നാലും ഭാര്യൻ്റെ ഒപ്പം പോവില്ല. കണ്ട പെണ്ണുങ്ങളെ മൊത്തവും ഫോൺ ചെയ്യും. അവർക്ക് പാലും പഴവും, അവർക്ക് ചോക്ലേറ്റ്, ഡ്രസ്സ്, അത് ആന കുതിരയെല്ലാം വാങ്ങും. വീട്ടിലിരിക്കുന്ന ഭാര്യയ്ക്കൊന്നുമില്ല. അങ്ങനെയൊക്കെയുള്ള സ്വഭാവം നിർത്ത്. നിങ്ങൾ കണ്ട പെണ്ണുങ്ങൾക്ക് വാങ്ങിക്കൊടുക്കാൻ നിൽക്കുമ്പോൾ വീട്ടിലിരിക്കുന്ന ഭാര്യയ്ക്ക് വേറെ ആരെങ്കിലും വാങ്ങിക്കൊടുക്കാൻ വന്നാലോ? അതാ, മനസ്സിലായോ? അപ്പോൾ ആദ്യം സ്വന്തം വീട്ടിലെ കാര്യം നോക്കി സ്വന്തം ഭാര്യേൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക, എന്നിട്ട് വേറെ പെണ്ണുങ്ങൾക്ക്. ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇവിടം കൊണ്ട് തീർന്നു. രാവിലെ തന്നെ ദേഷ്യത്തിലല്ലേ? അതെ, എനിക്ക് ഭയങ്കര ദേഷ്യമാണ്. ഇതോടുകൂടി മനസ്സിലായില്ലേ? ദേഷ്യം വന്നാൽ ഞാൻ എങ്ങനെയാണ്. അതാ ഞാൻ സൈക്കോളജി പഠിക്കാൻ തീരുമാനിച്ചത്. സൈക്കോളജി പഠിച്ചു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് വരുന്നവരെയൊക്കെ ഉണ്ടല്ലോ, ഞാൻ ഭർത്താക്കന്മാരെയൊക്കെ പിടിച്ചിട്ട് ഇടിയായിരിക്കും.